വരലക്ഷ്മി പൂജയെ പറ്റിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ ഹൈന്ദവ വിശ്വാസപ്രകാരം സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയൊക്കെ ദേവതയാണല്ലോ മഹാലക്ഷ്മി എന്ന് പറയുന്നത്. മഹാലക്ഷ്മിയെ അഷ്ടലക്ഷ്മി ഭാവത്തിലാണ് നമ്മൾ ആരാധിക്കാറുള്ളത്. ആദിലക്ഷ്മി, ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ഗജലക്ഷ്മി, സന്താനലക്ഷ്മി, വീരലക്ഷ്മി, വിജയലക്ഷ്മി, വിദ്യാലക്ഷ്മി എന്നിവരാണ് അഷ്ടലക്ഷ്മിമാർ. കർക്കിടക മാസത്തിലെ പൗർണമിക്ക് തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ചയാണ് സാധാരണയായിട്ട് വരലക്ഷ്മി വ്രതം ആചരിക്കാറുള്ളത്. കൂടുതലായിട്ടും തമിഴ്നാട്ടിലും നോർത്ത് ഇന്ത്യയിലും ഒക്കെയാണ് ഈ വരലക്ഷ്മി വ്രതവും ഈ പൂജകളൊക്കെ ചെയ്യുന്നത്. കേരളത്തിൽ പൊതുവേ വരലക്ഷ്മി പൂജയൊക്കെ ചെയ്യുന്നത് വളരെ കുറവാണ്. വരലക്ഷ്മി പൂജ ചെയ്യുന്നത് വഴി വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും ഒക്കെ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇതിനെപ്പറ്റി ഒരു ഐതിഹ്യ കഥയുണ്ട്, അതെന്താണെന്ന് പറയാം. മഗധ രാജ്യത്ത് ചാരുമതി എന്ന പേരുള്ള ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. വളരെ ഭക്തിയും സ്വഭാവ ഗുണവും ഒക്കെ ഉള്ളൊരു സ്ത്രീയാണ് ഈ ചാരുമതി എന്ന് പറയുന്നത്. ഒരു ദിവസം ഭഗവാൻ മഹാവിഷ്ണു ചാരുമതിയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും ശ്രാവണ മാസത്തിലെ പൗർണമിക്ക് തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ച ലക്ഷ്മിയെ വരലക്ഷ്മിയായി ആരാധിക്കുവാനും വ്രതമെടുക്കുവാനും ആവശ്യപ്പെട്ടു. അങ്ങനെ ചെയ്താൽ എല്ലാ ആഗ്രഹങ്ങളും നിറവേറുമെന്നും സമ്പത്തും ഐശ്വര്യവും എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുമെന്നും ഭഗവാൻ പറഞ്ഞു. ഉണർന്നപ്പോൾ ചാരുമതി ഈ സ്വപ്നത്തെക്കുറിച്ച് ഭർത്താവിനോടും കുടുംബത്തോടും മാത്രമല്ല ആ പ്രദേശത്തുള്ള എല്ലാ സ്ത്രീകളോടും, ആ പട്ടണത്തിലെ എല്ലാ സ്ത്രീകളോടും പറയുകയും ചെയ്തു. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ആ ദിവസം ദേവിയെ പൂജിക്കുകയും അവർക്ക് ചാരുമതിയുടെ ഭക്തിയിൽ പ്രസാദിച്ച ദേവി എല്ലാവർക്കും ഐശ്വര്യവും സൗഭാഗ്യവും ഒക്കെ നൽകി അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അന്നു മുതലാണ് വരലക്ഷ്മി വ്രതം ഒരു പ്രധാന ആചാരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. വെള്ളിയാഴ്ചകളിലും പൗർണമി ദിവസം, നവരാത്രി, ദീപാവലി, തൃക്കാർത്തിക എന്നിങ്ങനെയുള്ള ദിവസങ്ങളിലും 30 വെള്ളിയാഴ്ചകളിലും ഒക്കെ ലക്ഷ്മി പൂജയൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. കുടുംബത്തിന് ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരലക്ഷ്മി പൂജ ചെയ്തത്. എനിക്ക് ശരിക്കും അത്രയ്ക്ക് അറിയത്തില്ല. ഉള്ളതൊക്കെ വെച്ച് ഇതുപോലെ ചാനലുകളിലൊക്കെ വന്നത് വെച്ച് തന്നെയാണ് ചെയ്തത്. അപ്പം ഉള്ളതുപോലെ ചെയ്തു. പക്ഷെ മനസ്സിന് നല്ലൊരു സന്തോഷവും സമാധാനവും ഉണ്ടായിരുന്നു കേട്ടോ. അത് ചെയ്തപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്